ഈ സമ്മേളന വേദിയൊക്കെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന വേദിയൊക്കെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഗുഡ് മോർണിംഗ് കേരളം മുന്നോട്ട് പോകുമ്പോഴാണ് കൊല്ലത്തിൻ്റെ പ്രിയ നേതാവ് മുൻ മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയെ കണ്ടത്. ഇവിടെ വന്ന് ഇവരോടൊക്കെ തിരക്കുന്നു, എല്ലാ ഒരുക്കങ്ങളും അവസാനമായിട്ട് ഒരുക്കങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞത്. തിരക്കെനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ നേതാക്കളെല്ലാം എത്തി, പ്രതിനിധികൾ എത്തുന്നു. അപ്പോൾ കൊല്ലത്തിൻ്റെ ഈ സ്വീകരണം അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞോ? എല്ലാവരെയും ഈ സമ്മേളനത്തെ കൊല്ലം ജില്ല എല്ലാ പ്രതിനിധികളെയും ഏറ്റെടുത്തു. സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ അത്ര ആഴത്തിലായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായി തുടങ്ങിയ പ്രവർത്തനം ഇന്നതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, സ്വാഗതഗാനത്തിന് മുമ്പ് നമുക്കൊരു പതാക വന്ദന ഗാനമുണ്ട്, അതിന് നിങ്ങൾ പ്രിപ്പയർ ആയോ എന്നതാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ഗായക സംഘം കൊല്ലം ട്രൂപ്പ് എന്നാണ് കൊല്ലം സംസാരിച്ചവരോടൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരെ പേരിട്ടു. നമ്മുടെ സ്വാഗതഗാനം ആലപിക്കുന്നത് മുരുകൻ കാട്ടാക്കടയുടെ ഗാനമാണ്. ചിട്ടപ്പെടുത്തിയത് നമ്മുടെ അതാണ്. വളരെ കൃത്യമായിട്ടുള്ള സംഘാടനമാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. മനോഹരമായ സ്വാഗതഗാനം, അതിനു മുമ്പ് നമ്മുടെ പതാക വന്ദന ഗാനം, അതെങ്ങനെയെല്ലാം വേണമെന്ന് ഞങ്ങൾ കൃത്യമായി ഇപ്പോൾ നമ്മൾ പതാക ഉയർത്തുമ്പോൾ തന്നെ മുദ്രാവാക്യം വിളിച്ചോളയല്ലോ. അപ്പോൾ മുദ്രാവാക്യം വിളിക്കരുത്, പതാക ബ്യൂഗിൾ കഴിഞ്ഞ് പതാക വന്ദനം കഴിഞ്ഞിട്ടേ മുദ്രാവാക്യം വിളിക്കാവൂ. ഇങ്ങനെയെല്ലാമുള്ള കൃത്യതയായ ചിട്ടയോടുകൂടി ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ നടന്നു. 95-ലെ സമ്മേളനത്തിന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ഇതിനു മുമ്പ് 95-ല് ഞങ്ങളൊക്കെ അന്ന് വളരെ ചെറുപ്പമാണല്ലോ. അപ്പം അതെ, കൊല്ലം സമ്മേളനം എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ ചെറുപ്പക്കാരെന്ന നിലയിൽ ഈ വോളണ്ടിയർ പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ഏർപ്പെടുന്നത്. അതിനകത്തുള്ള മറ്റ് സംഘാടനത്തിലൊക്കെ മുതിർന്ന നേതാക്കളുണ്ട്. ഞങ്ങൾ പൊതുസമ്മേളനമൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അന്നകത്തെ പൊതുസമ്മേളനം ഗംഭീരമായിട്ട് അത് അന്ന് ഞങ്ങളുടെ എല്ലാം ജോലി വോളണ്ടിയർ പ്രവർത്തനമാണ്. പിന്നെ പുറത്തുള്ള എല്ലാ ചിട്ടയോടുകൂടി പാർട്ടി നിർദ്ദേശിക്കുന്ന എല്ലാ വർക്കുകളും കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വോളണ്ടിയേഴ്സ് എന്ന നിലയിലാണ് 95-ൽ പ്രവർത്തിച്ചത്. പക്ഷേ ഇന്ന് 95-ൽ ഇതേ ഹോളിലാണ്. നേതൃനിരയിലെ വളരെ പ്രധാനപ്പെട്ട ഇന്ന് വരുമ്പോൾ സംഘാടനത്തിലേക്ക് ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലെ പൊതുപ്രവർത്തനത്തിൽ ഒരു അഭിമാനകരമായ മാറ്റവും അനുഭവം. അതെ, അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. 24-ാം പാർട്ടി കോൺഗ്രസിന് മുമ്പ് കൊല്ലം ജില്ല ഈ സമ്മേളനത്തിന് ആതിഥ്യമായിട്ടുമ്പോൾ അങ്ങേറ്റ അഭിമാനത്തോടു കൂടിയാണ് ജില്ലയിലെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ കൂടി ഈ ടൗൺ ഹാളിന്റെ ഒരു മാറ്റം കൂടി ഉണ്ടല്ലേ? മുമ്പ് അടുത്ത കാലത്ത് വന്നിട്ട് ഞങ്ങൾ മനോഹരമാക്കി ടൗൺ ഹാളിനെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, അതുപോലെ അപ്പുറത്തതിലേക്ക് നമ്മൾ മതിലൊക്കെ ഇടിച്ച് കുറച്ചുകൂടെ വിശാലമാക്കി. അപ്പോൾ ടൗൺ ഹാൾ തന്നെ അങ്ങ് മാറി, പുതുമയിലേക്ക് വന്നു. അത് കാലത്തിനനുസരിച്ച് കേരളത്തിന്റെ മാറ്റമാണ് എല്ലാ സ്ഥലത്തും. അതെ, എല്ലാ സ്ഥലത്തും വരുന്ന കേരളത്തിന്റെ അതിവേഗമുള്ള വളർച്ച കൊല്ലം ജില്ലയ്ക്ക് വന്നുണ്ട്, ടൗൺ ഹാളിന് വന്നുണ്ട്, ഞങ്ങളിൽ ഓരോരുത്തരിലും അതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആത്മവിശ്വാസവും ഈ ക്രമീകരണങ്ങളും എല്ലാം നമ്മളൊക്കെ സമ്മേളനത്തിലൂടെ ഇനി കാണാൻ പോവുകയാണ്. നന്ദി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ. താങ്ക് യു. കാണാൻ പോകുന്ന പറഞ്ഞറിയിക്കണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് സമ്മേളനം കാണാൻ പോവുകയാണ്. ശരി.